ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ 16 വൈകിട്ട് 7:42 കന്നിരവി സംക്രമമാണ്. അതായത് സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സെപ്റ്റംബർ 16 വൈകിട്ട് 7:42 കന്നിരവി സംക്രമം. അതായത് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ്. ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിൽ നിന്ന്, അഥവാ സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് ആ രാജാവ് കന്നിരാശിയിലേക്ക്, അഥവാ ബുധൻ്റെ രാശിയിലേക്ക്, ബുധൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ്. അതായത് 22 വരെ ബുധനും സൂര്യനുമൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സൂര്യനും ബുധനുമൊക്കെ മിത്രഗ്രഹങ്ങളാണ്. സൂര്യൻ മിത്രഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇപ്പോൾ കന്നിരാശിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് കന്നി രവി സംക്രമം വരുന്നത്. ഇപ്പോൾ കന്നിരാശി ഭൂമി തത്വരാശിയാണ്. ബുധൻ്റെ ഉച്ചരാശിയാണ്. കാലപുരുഷൻ്റെ 5ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ കാലപുരുഷൻ്റെ 6ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം സൂര്യൻ ബുധൻ്റെ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ പ്രായോഗിക ചിന്ത കൂടുന്ന സമയമായിരിക്കും. കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഏത് കാര്യവും അപഗ്രഥിക്കുന്നതിനുള്ള ഒരു ശേഷി, അതിനുള്ള ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും. അന്യരെ സേവിക്കുന്നതിനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. ആരോഗ്യം പരിപാലിക്കുന്നതിന് അനുകൂല സമയമാണ്. ഏത് കാര്യം ആസൂത്രണം ചെയ്ത് അത് നിർവഹിക്കുന്നതിനും അനുകൂല സാഹചര്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ മത്സരവീര്യത്തോടെ തരണം ചെയ്യുന്നതിനും, അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അടുക്കും ചിട്ടയും കൊണ്ടുവരുന്നതിനും ഒക്കെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സഹായകമാകും. അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ ഭാവാധിപത്യം, ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി, ബലം, യോഗം, ദൃഷ്ടി ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ കന്നി രവി സംക്രമത്തിൻ്റെ ഇഫക്റ്റ് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഇഫക്റ്റാണ് പറയുന്നത്. ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയെന്ന് നോക്കാം. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് കന്നിരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജന്മ രാശ്യാധിപനാണ്, ലഗ്നരാശ്യാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ സെപ്റ്റംബർ 16 വൈകിട്ട് 2ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സൂര്യൻ്റെ രാശിയിലും, അതുപോലെ സൂര്യൻ ബുധൻ്റെ രാശി 2ാം ഭാവരാശിയിലും, അങ്ങനെ 1 ഭാവാധിപനായിട്ടുള്ള ബുധനും സൂര്യനും 22 വരെ പരിവർത്തന യോഗത്തിലായിരിക്കും. 2 കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 2 ഗുരുവും കുജനും ദൃഷ്ടി ചെയ്യുന്ന സമയവുമാണ്. ഇപ്പോൾ സൂര്യൻ ആ 2ാം ഭാവരാശിയിൽ നിന്ന് അഷ്ടമത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പൊതുവെ കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂടുന്ന സമയമാണ് എന്നുള്ളതിനാൽ ഒരു ടെൻഷൻ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും. രവിയും കുജനും അതുപോലെ തന്നെ കേതുവുമൊക്കെ ഒരു ബന്ധം, ആ 3 ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം 2 വരുമ്പോൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന സമയമാണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കും. അത് കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ ചിലപ്പോൾ അഭിപ്രായ ഭിന്നതയുണ്ടാക്കും. കുടുംബത്തെ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. അപ്പോൾ അവയിൽ ഒരു ശ്രദ്ധ വേണം. തുറന്ന സമീപനവും തുറന്ന ചർച്ചകളും പരസ്പര വിശ്വാസവും സംയമനവും നിലനിർത്തി പോകാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്.
പ്രത്യേകിച്ച് ENT റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. 7ാം ഭാവത്തിൻ്റെ അഷ്ടമമാണ് ഈ 2ാം ഭാവം എന്നുള്ളതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിലിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ 18ാം തീയതിയോടുകൂടി മാറാൻ സാധ്യതയുണ്ട്. കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ നീചരാശിയിൽ ഇപ്പം നിൽക്കുകയാണ്. അത് 18ാം തീയതിയോടുകൂടി ആ നീചരാശിയിൽ നിന്ന് ശുക്രന് രാശിമാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തൊഴിലിലൊക്കെ ആക്റ്റീവാകും. കർമ്മഭാവത്തിൻ്റെ 5ലാണ് സൂര്യൻ നിൽക്കുന്നു എന്നുള്ളതിനാൽ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും. അതുപോലെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ചിലപ്പോൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. പഴയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് വഴിയോ ധനാഗമം കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം ദൂരയാത്രകളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നുണ്ട്, അഷ്ടമത്തിൽ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം, അസമയത്തുള്ള യാത്രകളിലൊക്കെ ശ്രദ്ധ വേണം. അപവാദങ്ങൾ ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. പൊതുവെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാവുന്ന സമയമാണ്. അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, അവരുടെ ചങ്ങാത്തത്തിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം. ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ജോയിൻ്റ് അസറ്റിലും ഒക്കെ ജോയിൻ്റ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. കോവർ കേസ്, അതുപോലെ മേലുദ്യോഗസ്ഥർ, അവരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ ഈ കുറുകാർ പ്രത്യേകിച്ച് ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇനി കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം. കന്നിക്കുറുകാർ എന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദത്തിൽപ്പെടുന്നവർ, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ 12ാം ഭാവാധിപനാണ്. ആ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് സെപ്റ്റംബർ 16 വൈകിട്ട് ജന്മരാശിയിലേക്ക്, ലഗ്നരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത്. അപ്പോൾ ജന്മരാശാധിപൻ ബുധൻ, അത് സൂര്യൻ്റെ രാശിയിലും സൂര്യൻ ജന്മരാശിയിലും സെപ്റ്റംബർ 22 വരെ പരിവർത്തന യോഗത്തിൽ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് സെപ്റ്റംബർ 23 മുതൽ ജന്മരാശാധിപനായിട്ടുള്ള ബുധൻ ആ ജന്മരാശിയിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അവിടെ സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട്. അതുപോലെ ജന്മരാശിയിൽ ഇപ്പോൾ കേതു ഉള്ള സമയമാണ്. ജന്മരാശിയിൽ ഗുരുവിൻ്റെയും അതുപോലെ കുജൻ്റെയൊക്കെ ദൃഷ്ടിയും ഉള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കുമൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം തദ്ദേശീയമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് 22 വരെ വളരെ ആ തൊഴിലിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചലഞ്ചസ് ഉണ്ടായെന്ന് വരാം. തൊഴിലിൽ ഒരു സുഖക്കുറവ്, വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 23 മുതൽ ആ സ്ഥിതിയിൽ മാറ്റം വരും. ദൂരെ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റം, ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിലും തൊഴിലിടത്ത ബന്ധങ്ങളിലും ഒക്കെ തന്നെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. ജന്മരാശിയിൽ രവിയും അതുപോലെ കേതുവും അതുപോലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു പ്രകൃതം ഈ കുറുകാർക്ക് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ കഴിവതും ഒഴിവാക്കണം, പ്രത്യേകിച്ച് തൊഴിലിടത്ത്. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിലൊക്കെ തന്നെ അപ്പോൾ പേഴ്സണൽ ഈഗോ ഒക്കെ കൂടാവുന്ന സമയമാണ്. രവി 7ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ലാണെങ്കിൽ രാഹു ഉള്ള സമയമാണ്. അപ്പോൾ ഈ രാഹുവും അതുപോലെ സൂര്യനും ഒക്കെ തന്നെ ശത്രുഗ്രഹങ്ങളാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് അവിടെ വളരെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായിട്ട് തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം.
അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കണം. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗുരുദൃഷ്ടി ജന്മരാശിയിൽ ഉള്ളത് ആശ്വാസകരമായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. ഏത് കാര്യത്തിലും ഒരു സംശയമൊക്കെ നമുക്ക് വരികയാണെങ്കിൽ കഴിവതും മുതിർന്നവരുടെ ഉപദേശം സ്വീകരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണം. ധനച്ചെലവൊക്കെ കൂടാനിടയുള്ള സമയമാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 22 വരെ ഈ ധനഭാവാധിപനായിട്ടുള്ള ബുധൻ 12-ലാണ് നിൽക്കുന്നത്. അത് ചിലവ് കൂട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം. മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ചിലർക്ക് പാദസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ, കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഈ സ്ലീപ്പിംഗ് പ്രോബ്ലം, ഇത്തരം ക്ലേശങ്ങൾ ഉള്ളവരെല്ലാം തന്നെ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. ചിലർക്ക് ഈ ഹെയർ ലോസിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഫീവർ, അതുപോലെ ബോയിൽസിനൊക്കെ പൊള്ളലൊക്കെ സാധ്യതയുള്ള സമയമാണ്. അവിടേക്കൊന്ന് ശ്രദ്ധിക്കണം. മനസ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ രഹസ്യമാക്കി വച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതറിയാതെ പുറത്തു വരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അവയൊക്കെ ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ഈ കുറുകാർക്ക് ഉണ്ടാക്കാൻ അത് വഴിതെളിച്ചു എന്നും കൂടെ വരാം. ഇനി തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും, അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് കന്നിരവി സംക്രമം എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും അവരുടെ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് സെപ്റ്റംബർ 16 വൈകിട്ട് 12ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നത്. 12ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ 11ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പം സെപ്റ്റംബർ 22 വരെ ആ സൂര്യനും ബുധനും ഒക്കെ പരിവർത്തന യോഗത്തിലായിരിക്കും. 23 മുതൽ 12ാം ഭാവാധിപൻ 12ലേക്ക് വരുന്നു. അവിടെ സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം വരുന്നു. 12 കേതു നിൽക്കുന്ന സമയമാണ്. 12 ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയും ഉള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവുകൾ ഉണ്ടാകാവുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. തൊഴിൽ, ബിസിനസ്, ഈ വക കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചികിത്സാ കാര്യങ്ങൾക്കോ ആത്മീയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരും. ചിലർക്ക് വിദേശയാത്രകൾക്കും സാധ്യതയുണ്ട്. ജ്യേഷ്ഠ സഹോദരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഡൊമസ്റ്റിക് ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി ഈ സമയത്തുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ സർക്കാരിന് എന്തെങ്കിലും ഫൈനോ പെനാലിറ്റിയോ ഒക്കെ ചിലപ്പോൾ ഒടുക്കേണ്ട സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കരിയർ തലത്തിലൊക്കെ ശ്രദ്ധിക്കണം. തൊഴിലിൽ തടസ്സമോ തൊഴിലിൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ തൊഴിലിൽ മാറ്റത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാവുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ കുറയുന്നതിനോ അല്ലെങ്കിൽ വർക്ക് ബേർഡൻ കൂടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കർമ്മകാരകനായിട്ടുള്ള ശനി കർമ്മഭാവത്തിൻ്റെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിലിലെ വീഴ്ചകൾ ഒക്കെ തിരുത്തി പോകുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന അഥവാ മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൊതുവെ സമാധാനം കുറയുന്ന സമയമായിരിക്കും. ദാമ്പത്യബന്ധ പ്രശ്നങ്ങൾക്ക് 18 മുതൽ അയവ് വരും. അതുപോലെ 2ലും 4ലുമൊക്കെ ഗുരുദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് കുടുംബത്തിലൊക്കെ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ അവർ ഒത്തുകൂടുന്നതിനും ചില മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈ 18-ന് ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ ക്ലേശങ്ങളോ ഉള്ളവർക്ക് ആ ജന്മരാശിയിൽ വരുന്നത് ആശ്വാസം നൽകും. ചിലർക്ക് പാദസംബന്ധമായോ കാഴ്ചാ സംബന്ധമായിട്ടോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും കൂടെ വരാം.
ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ കന്നി രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കന്നി രവി സംക്രമം എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 9ാം ഭാവാധിപനായ സൂര്യൻ സെപ്റ്റംബർ 16 വൈകിട്ട് 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 22 വരെ 11ാം ഭാവാധിപനും 10ാം ഭാവാധിപനും പരിവർത്തന യോഗത്തിലായിരിക്കും. 11 കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 11 കുജൻ്റെ, അതായത് ജന്മരാശാധിപൻ്റെയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താവുന്ന സമയമാണ്. തൊഴിലിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. സർക്കാരിൽ ഉന്നത കേന്ദ്രങ്ങളുമായിട്ടും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുമൊക്കെ വലിയ ബന്ധങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അത്തരം ബന്ധങ്ങൾ തൊഴിലിൽ ഉയർച്ചയ്ക്കോ തൊഴിലിൽ പ്രൊമോഷനോ ഒക്കെ ചിലപ്പോൾ സാധ്യത കാണിക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ നടക്കാവുന്ന സമയമായിട്ട് കാണുക. അതുപോലെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടിയാണ്. ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സാമ്പത്തിക നിലയൊക്കെ ഉയരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ലോൺ അനുവദിച്ച് കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നു. ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തൊഴിലിൽ നേട്ടമുണ്ടാകും. അവരുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന സമയമായിട്ടും കൂടെ കാണുക. മാനസികമായിട്ടൊക്കെ ടെൻഷൻ കുറയും. സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. സാമ്പത്തിക ബന്ധം അതേസമയം നമ്മൾ ഈ സാമ്പത്തികമായിട്ടൊക്കെ വളരെ നല്ല നിലയിലൊക്കെ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം മാരിറ്റൽ റിലേഷൻഷിപ്പും ഒക്കെ തന്നെ സന്തോഷകരമാകും. വിവാഹം ആലോചിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരു ഏകാഗ്രത ഉണ്ടാകും. കൃത്യസമയത്തൊക്കെ ചുമതലകൾ നിർവഹിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. പൊതുവെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്ന സമയമായിട്ട് കാണുക. ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. 18 മുതൽ സുഖച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. 18 മുതൽ ആ 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ 5ൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുപോലെ സൂര്യൻ 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ കഴിവതും അത് സഡനായിട്ട് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നതിൽ സംശയം വരികയാണെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. പൊതുവെ വൃശ്ചികക്കുറുകാർക്ക് സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.